Hello all, welcome to Teacher at Home. Today class we are going to learn the 8th chapter, that is a measurement and units. What are the students that is about what they are reading? Students who are interested in joining NCC and fulfill their following physical measurements should report to the school ground on June 15th at 4 o'clock. Height 1.50 meter, weight 48 kilogram. The student who read this notice decided to check their height and weight. Can you help them? Length. Measure the length of the table in the classroom using the pencil in each student's hand and write it down in the table. ഓരോ കുട്ടികളും ടേബിളിന്റെ മെഷർ എടുത്തിട്ട് എഴുതണം. കമ്പയർ യുവർ മെഷർമെന്റ് വിത്ത് ദോസ് ഓഫ് അതേഴ്സ്. അപ്പൊ നിങ്ങളുടെയും മറ്റുള്ളവരുടെയും മെഷർമെന്റ്സ് എങ്ങനെയുണ്ട് എന്ന് ഒന്ന് കമ്പയർ ചെയ്തിട്ട് എഴുതുക. ഓൾ ദ മെഷർമെന്റ്സ് ദ സെയിം. എല്ലാ മെഷർമെന്റും ഒരുപോലെയാണോ? വൈ ആർ ദ മെഷർമെന്റ് നോട്ട് ഈക്വൽ? എന്തുകൊണ്ടാണ് ഇത് തുല്യമല്ലാത്തത്? ഡോണ്ട് യു ഫീൽ ദാറ്റ് ഓൾ ഷുഡ് ഹാവ് ഗോട്ട് ദ സെയിം മെഷർമെന്റ്? നിങ്ങൾ മനസ്സിലാക്കിയോ എല്ലാവർക്കും ഒരേ മെഷർമെന്റ് ആണ് കിട്ടിയിരിക്കുന്നതെന്ന്? What can we do about it? നമുക്ക് എന്താണ് അതിന് വേണ്ടി ചെയ്യാൻ പറ്റുക? Try to measure the length of the same table using the ribs of a coconut tree leaf of the same length. അപ്പൊ അല്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യുക? ഒരു ഈർക്കലി ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും ചെയ്തു നോക്കാം അല്ലെ? Now isn't it the measurement that everyone got the same? എല്ലാവർക്കും ഒരുപോലെയുള്ള മെഷർമെന്റ് ആണോ കിട്ടിയത്? Didn't you understand that while measuring the length of an objectന്റെ ലെങ്ത് മെഷർ ചെയ്യുമ്പോൾ the result of all will be on the same only if all the use objects അല്ലെ? അപ്പൊ എല്ലാം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഒരേ ലെങ്തിലാണെങ്കിൽ നമുക്ക് അങ്ങനെ കിട്ടും. ഓൾഡൻ ഡേയ്സ് ഡിഫറെന്റ് സ്കെയിൽസ് വർ യൂസ്ഡ് ഫോർ മെഷറിംഗ് അല്ലെ? പഴയകാലത്ത് എന്താണ് പലതരം സ്കെയിലുകളാണ് ഉപയോഗിച്ചിരുന്നത് അല്ലെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. സ്കെയിൽസ് ഫെമിലിയർ ടു ഏതൊക്കെയാണ്? വര ആൻഡ് വൺ ഫോം ആം, ദാറ്റ് ഈസ് ഒരു മുഴം രണ്ട് മുഴം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? Now try to write down the difficulties that arise due to the use of different scales. അപ്പൊ പല സ്കെയിലുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്താണെന്നുള്ളത് ലോകത്തിന്റെ വിവിധ പാർട്ടിലുള്ളതൊക്കെ നിങ്ങൾ എഴുതി വെക്കുക. Accuracy cannot be ensured അല്ലെ? കൃത്യത നമുക്ക് അളക്കാൻ പറ്റില്ല. Let's see how this problem can be solved. എങ്ങനെയാണ് ഈ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക? A standard scale of definite length has been recognized worldwide for measuring length. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് സ്കെയിൽ നമ്മൾ എടുത്തിട്ടുണ്ട് അല്ലെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇറ്റ് ഈസ് ദ യൂണിറ്റ് ഓഫ് ലെങ്ത്. ആ സ്റ്റാൻഡേർഡ് സ്കെയിൽ എന്ന് പറയുന്നത് ലെങ്ത്തിന്റെ യൂണിറ്റ് ആണ്. ബേസിക് യൂണിറ്റ് ഓഫ് ലെങ്ത് എന്താണ്? മീറ്റർ. അതിന്റെ സിമ്പിൾ എം. Can you measure the length of the pencil accurately using a 1 meter long rod? Smaller unit of length. ചെറിയ യൂണിറ്റ് അല്ലെ? ലെങ്ത്തിന്റെ ചെറിയ യൂണിറ്റുകൾ ഏതാണ്? Examine a meter scale. You might have observed long lines as well as numbers marked along its side. വലിയ ലൈനുകളും അതിൽ നമ്പർ മാർക്ക് ചെയ്തിരിക്കുന്നതും. Marking on the scale start from 1. സ്കെയിലിൽ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 1 തൊട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. Which marking falls last on the scale? ആ സ്കെയിലിൽ ലാസ്റ്റ് എന്തായിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്? A meter scale is divided into 100 equal parts. മീറ്റർ സ്കെയിൽ ഇല്ലേ അതിന് നമ്മൾ എത്രയാണ്? 100 ഈക്വൽ പാർട്ട് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ലെങ്ത് ഓഫ് ഈച്ച് പാർട്ട്, ഓരോ പാർട്ടിന്റെ എത്രയാണ് ലെങ്ത്? 1 സെന്റിമീറ്റർ ആണ്. ദിസ് ഈസ് യൂസ്ഫുൾ ഇൻ മെഷറിംഗ് എ ലെങ്ത് വിച്ച് ഇസ് ലെസ്. അപ്പൊ ഇതെന്താണ് നമുക്ക് മെഷർ ചെയ്യാൻ സഹായകമാണ് അല്ലെ? വിച്ച് ഇസ് ലെസ് ദാൻ 1 മീറ്റർ. 1 മീറ്റർ ലെസ് ആയിട്ടുള്ളത് മെഷർ ചെയ്യാൻ പറ്റും. മീറ്റർ 1 മീറ്റർ ഇസ് ദ ലെങ്ത് ബിറ്റ്വീൻ 2 മാർക്കിംഗ്. 1 മീറ്റർ എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത് ബിറ്റ്വീൻ 2 മാർക്കിംഗ് ഓഫ് ദ സാമ്പിൾ റോഡ് അല്ലെ? ബൈ ആഡിംഗ് 10% ഇറിഡിയം in platinum preserved at 0 degree Celsius at the International Bureau of Weights and Measures, Paris. Length of the scale made by comparing its length with the sample rod, it is considered to be 1 meter. Now you know that the length between the two successive long lines is 1 centimeter. Observe the short lines in between two successive long lines. Into how many equal parts is 1 centimeter divided? എത്ര ഈക്വൽ പാർട്ട് ആയിട്ടാണ് 1 സെന്റിമീറ്റർ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? What is the use of such a division? അപ്പൊ അങ്ങനെ ഒരു ഡിവിഷൻ കൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനം? 1 centimeter it is divided into 10 equal part. ഒരു സെന്റിമീറ്റർ പറയുന്നത് 10 ഈക്വൽ പാർട്ട് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യും. The length of each part is 1 millimeter. ഓരോ പാർട്ടിന്റെയും ലെങ്ത് എത്രയാണ്? 1 millimeter ആണ്. This become useful to measure a length which is less than 1 centimeter. അപ്പൊ ഒരു ലെങ്ത് മെഷർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അല്ലെ? എത്ര? 1 സെന്റിമീറ്റർ. 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ ആണ്. 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 10 millimeter. അപ്പൊ 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ. 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 10 millimeter. So find out how many millimeter is 1 meter. Draw a line segment of length. എത്രയാണ് ലെങ്ത് സെഗ്മെന്റ് വരയ്ക്കുന്നത്? 8 സെന്റിമീറ്റർ. ഇൻ യുവർ സയൻസ് ഡയറി മാർക്ക് ദ ഫോളോയിങ്. PQ എത്രയാണ്? 6 millimeter. PR ആണെങ്കിലോ 16 millimeter. PS 5 centimeter. The smallest length that can be accurately measured using a meter scale is the least count. Find it out and record it in your science diary. Thickness of a paper. Can you measure a length less than a millimeter using a meter scale? അപ്പോൾ ഒരു ലെങ്ത് മെഷർ ചെയ്യാൻ പറ്റുമോ? എന്താണ്? ലെസ് ദാൻ മില്ലിമീറ്റർ. മില്ലിമീറ്ററിനെ കാട്ടിയും കുറവുള്ള ഒരു ലെങ്ത് നമുക്ക് മീറ്റർ സ്കെയിൽ ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യാൻ പറ്റുമോ? അതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 100 ഷീറ്റ് പേപ്പർ എടുക്കുക. എന്നിട്ട്
Pile it in a bundle, ഒരു ബണ്ടിലാക്കുക. Measure the height of the bundle using a scale. അപ്പോൾ ഒരു സ്കെയിൽ ഉപയോഗിച്ച് ബണ്ടിലിന്റെ ഹൈറ്റ് മെഷർ ചെയ്യുക. ഇഫ് ഇറ്റ് ഫോൾസ് ബിറ്റ്വീൻ ടു മാർക്കിന്റെ ഇടയിലാണെങ്കിൽ ആ ഒരു പേപ്പർ മാറ്റുക. അപ്പോൾ നേരെ ഏത് ലൈനിലാണോ വരുന്നതെന്ന് നോക്കുക. അതിനുശേഷം എന്താ ചെയ്യുക, ആ ഹൈറ്റ് ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് പെയർ ഷീറ്റ്സ് നമുക്ക് എന്ത് കിട്ടും, മെഷർ ഓഫ് ഒരു സിംഗിൾ ഷീറ്റിന്റെ ഹൈറ്റ് കിട്ടും. ഓക്കെ, ബൈ ഡിവൈഡിങ് ദിസ് ഹൈറ്റ് ബൈ ദ നമ്പർ ഓഫ് ഷീറ്റ്സ് won't we get the thickness of a sheet of paper? Observe and find out the thickness of a thin metal wire can be found. Now try to measure the thickness of a similar object. അങ്ങനെ നമുക്ക് അതിന്റെ തിക്നെസ് മെഷർ ചെയ്യാൻ പറ്റും. ലെങ്ത് ഓഫ് എ കർവ്ഡ് ലൈൻ, കർവ് ആയിട്ടുള്ള ലൈൻ എങ്ങനെ മെഷർ ചെയ്യാം? ഡിസ്കസ് ഹൗ യു മെഷർ ദ ലെങ്ത് ഓഫ് ദ കർവ്ഡ് ലൈൻ using a thread and a meter scale. Do you think you will be able to measure it by placing the thread over the curved line? Try it. Note down the length in the science diary. Length of the curved line AB, അല്ലെ, curved line ലെങ്ത് കണ്ടുപിടിക്കുക. Let's measure the diameter of a sphere. സ്പിയറുടെ ഡയമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കുക? Have you ever thought of measuring the diameter of a sphere? സ്പിയറുടെ ഡയമീറ്റർ കണ്ടുപിടിക്കാൻ നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? Kept in between two wooden block, രണ്ട് വുഡൻ ബ്ലോക്കിന്റെ ഇടയിലാണ് വെച്ചിരിക്കുന്നത്. Whose diameter is to be measured? അതിന്റെ ഡയമീറ്റർ ആണ് നമുക്ക് മെഷർ ചെയ്യേണ്ടത്. Measure the diameter of the ball, write it down in the science diary. Diameter of a ball ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. സെന്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത്. ബേസിക് യൂണിറ്റ് ഓഫ് ലെങ്ത്, അല്ലെ, ലെങ്ത്തിന്റെ ബേസിക് യൂണിറ്റ് എന്താണ്? മീറ്റർ. സ്മോളർ യൂണിറ്റ് ഏതൊക്കെയാണ്? സെന്റിമീറ്റർ, മില്ലിമീറ്റർ, മൈക്രോമീറ്റർ, നാനോമീറ്റർ, ആൾസോ യൂസ്ഡ് ഇൻ സർട്ടൻ സിറ്റുവേഷൻ ഫോർ കൺവീനിയൻസ്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യണത്? സെന്റിമീറ്റർ, മില്ലിമീറ്റർ, മൈക്രോമീറ്റർ, നാനോമീറ്റർ എന്നിവയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. വി യൂസ് എ ലാർജർ യൂണിറ്റ്, ബിഗർ യൂണിറ്റ് ലൈക്ക് എന്താണ്? കിലോമീറ്റർ യൂസ് ചെയ്യും, അല്ലേ, ടു മെഷർ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പ്ലേസസ്. യൂണിറ്റ്സ് ലൈക്ക് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, ലൈറ്റ് ഇയർ, അല്ലെ, ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, ലൈറ്റ് ഇയർ, പാരാലിറ്റിക് സെക്കൻഡ്, അതിന് എന്താ പറയുക? പാസ് സെക്കൻഡ്. യൂസ് ടു മെഷറിംഗ് ഡിസ്റ്റൻസ് ഓഫ് planets or stars. One astronomical unit is the average distance from the earth. അപ്പോൾ ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, ഒരു AU എന്ന് പറയുന്നത് എന്താണ്? ആവറേജ് ഡിസ്റ്റൻസ് ഫ്രം ദ എർത്ത് ടു ദ സൺ, ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ദൂരമാണ് എന്ത്? 1 astronomical unit, 1 AU. It is approximately 15 crore kilometer. 1 light year is the distance traveled. ഒരു ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ലൈറ്റ് ഇൻ 1 year. ഇൻ വാക്വം ലൈറ്റ് ട്രാവൽസ് എത്രയാണ്? 3 lakh kilometer in 1 second. പാർ സെക്കൻഡ് എന്ന് പറയുന്നത് 3.26 ലൈറ്റ് ഇയർ. മെഷർമെന്റ്, 1 കിലോമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 1000 മീറ്റർ, അല്ലെ, അല്ലെങ്കിൽ 10 to the power 3 മീറ്റർ. 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 1/100 മീറ്റർ. അപ്പൊ ഈ 1 by എന്ന് എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 10 to the power -2 മീറ്റർ എന്ന് എഴുതും. ഓക്കെ, 1/1000 മീറ്റർ എന്ന് പറയുമ്പോഴോ 1/10 ക്യൂബ് മീറ്റർ എന്ന് എഴുതും. അപ്പൊ ഈ അടിയിൽ 10 ക്യൂബ് പറയുമ്പോൾ അത് മുകളിലേക്ക് പോകുമ്പോഴോ 10 to the power -3. അപ്പൊ എത്ര സീറോ ഉണ്ടോ അത്രയും നമ്പർ ആണ് നമ്മൾ ഈ 10 to the power ആയിട്ട് എഴുതുന്നത്. ഓക്കെ, on the basis of the given information, answer the following question. Use of plastic carry bags have thickness below the stipulated level has been prohibited. In which unit is the thickness of such bags expressed? പിന്നെ the distance from the earth to planet in the solar system 4 AU. What do you mean by this? Astronomical unit എന്നുള്ളതാണ് അത് മെഷർ ചെയ്യണത്. നമ്മൾ ഇവിടെ പഠിച്ചല്ലോ 3.26 ലൈറ്റ് ഇയർ എന്നൊക്കെ ഉള്ളത്. അത് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് AU. How many kilometers in 1 light year? Express the distance from the earth to the stars, Tiruvadra. In order to measure the length of an object, we should carefully read certain points. എന്തൊക്കെയാണ്? What will you do if the edges of the scale are broken off? അല്ലെ, എഡ്ജ് പൊട്ടിയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ മാർക്കിങ്സ് ക്ലിയർ ഇല്ലെങ്കിലും നമ്മൾ എന്തൊക്കെയാ ചെയ്യാം? ഫ്രം ദ ഫസ്റ്റ് മാർക്കിങ്ങിന്റെ പകരം എന്ത് ചെയ്യും? ഏത് തൊട്ടാണോ മാർക്കിംഗ് കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യണത്, ലോങ്സ്റ്റ് ലൈന്, അത് തൊട്ടാണ് മാർക്ക് ചെയ്യേണ്ടത്. പിന്നെ എന്തൊക്കെയാണ് ഇവിടെ ശ്രദ്ധിച്ചില്ലേ? ചരിഞ്ഞിട്ടല്ല, നേരെയാണ് നമ്മൾ വരയ്ക്കേണ്ടത്. പിന്നെ നേരെ നിന്നിട്ടും റീഡ് ചെയ്യണം. Now you might have understood the basic unit for measuring length, അല്ലെ, ലെങ്ത് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മളിപ്പോൾ പഠിച്ചു. Smaller as well as bigger unit. You might have also observed the situation in which the length is to be measured. അപ്പൊ ലെങ്ത് മെഷർ ചെയ്യാനുള്ള സിറ്റുവേഷൻ നമ്മളിപ്പോൾ ഇവിടെ പഠിച്ചു. Have you ever bought sugar from a shop? പഞ്ചസാര നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ എങ്ങനെയാ മെഷർ ചെയ്യുക? കിലോഗ്രാമിലൊക്കെയാണ് മെഷർ ചെയ്യാറ്, അല്ലെ, മാസ്. Observe the picture showing how sugar is weighed in a shop. പഞ്ചസാര എങ്ങനെയാണ് വെയ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു ത്രാസിൽ പഞ്ചസാര എടുക്കണോ, മറ്റേതിൽ എന്താ എടുക്കുന്നത്? വെയിറ്റ് എടുത്തിരിക്കുന്നു, അല്ലെ. അപ്പൊ വെയിറ്റും ഈ പഞ്ചസാരയുടെ അളവും തുല്യമാവുമ്പോഴാണ് രണ്ടും ബാലൻസ് ചെയ്യുക. The weight block in one pan. What is the purpose of placing the weight? Weight വെക്കുന്നത് കാരണം എന്താണ്? How are the measurements in both the pans in the second picture? This is done to get the same amount of sugar as that of the matter of the weighing block. Mass of a substance is a measure of a quantity of matter contained. Mass എന്ന് പറഞ്ഞാൽ എന്താണ്? എത്രമാത്രം സബ്സ്റ്റൻസ് അതിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്, മാറ്റർ അതിൽ അടങ്ങിയിരിക്കുന്നുണ്ട്, അതിനെയാണ് മാസ് ഓഫ് എ സബ്സ്റ്റൻസ് എന്ന് പറയാറ്. What is the marking on it? One each weight block it mass will be marked.
Mass of the weight block shown in the figure എത്രയാണ്? Mass എത്രയാണ്? 2 kilogram അല്ലേ? The basic unit of mass എത്രയാണ്? Kilogram. 1 kilogram mass. We consider 1 kilogram as a mass of a cylinder made alloy of അല്ലേ? Cylinder alloy എങ്ങനെയാണ്? 90% platinum, 10% എന്താണ്? Iridium. Kept at the International Bureau of Weight and Measure it in Paris. A similar one is kept in the National Physical Laboratory in New Delhi. Mass in kilo. Basic unit എന്താണ്? Kilogram ആണ്. അതിന്റെ സിമ്പിൾ എന്തായിട്ട് യൂസ് ചെയ്യുക? kg അല്ലേ? In addition to the basic unit kilogram, we use other smaller as well as bigger unit to suit our convenience. For measuring mass, milligram, gram, quintal, ton, etc. some of them. From the table given measurement, 1 milligram എന്ന് പറയുന്നത് എത്രയാണ്? 10 to the power minus 6. ഈ 6 എന്ന് പറയുന്നത് എത്രയാണ്? നമ്മൾ എത്ര സീറോ ആണോ എടുക്കുന്നത് അതാണ് 6. ഓക്കെ, അപ്പോൾ അടിയിലാണ് കിടക്കുന്നത് അല്ലേ? അത് മുകളിലേക്ക് വരണമെങ്കിലോ 10 to the power minus 6 കിലോഗ്രാം. പിന്നെ 1 gram എന്ന് പറയുന്നത് 1/1000 കിലോഗ്രാം. 1/1000 എന്ന് പറയുമ്പോൾ 10 to the power 1/10 cube കിലോഗ്രാം. അപ്പോൾ 10 to the power minus 3 കിലോഗ്രാം. 1 ക്വിൻ്റൽ എന്ന് പറയുമ്പോഴോ 100 കിലോഗ്രാം. 100 കിലോഗ്രാം പറയുമ്പോൾ 10 to the 10 square കിലോഗ്രാം. 1 ton എന്നോ 1000 kg. അപ്പോൾ that is equal to 10 to the power 3 kg. Of this at what time is the shadow of the least length cast? അപ്പോൾ എപ്പോഴാണ്? അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ടൈം ആണ് കണ്ടത് അല്ലേ? അപ്പോൾ സ്കൂളിന്റെ 3 ടൈം ഏതൊക്കെയാ? മോർണിംഗ്, നൂൺ ആൻഡ് ഈവനിങ് ആണ് തന്നിരിക്കുന്നത്. ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യുന്ന പോസ്റ്റ് ഇല്ലേ, അതിന്റെ ഷാഡോ ആണ് കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഏത് സമയത്താണ് ഈ ഷാഡോ ഏറ്റവും ലീസ്റ്റ് ആയിരിക്കുക? ന്യൂൺ, ഉച്ച സമയത്തായിരിക്കും ലീസ്റ്റ് ആയിരിക്കുക. വാട്ട് ഈസ് ദ റീസൺ? എന്താവും കാരണം? ഹാവ് യു എവർ ട്രൈ ടു അസർട്ടൻ ദ ടൈം ബൈ അബ്സർവിംഗ് ദ ഡിഫറൻസ് ഇൻ ദ ലെങ്ത് ഓഫ് ദ ഷാഡോ? അല്ലെ, ഷാഡോയുടെ ലെങ്ത് നോക്കിയിട്ട് നമുക്കത് കാസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അവർ ആൻസിസ്റ്റേഴ്സ് യൂസ് ടു ഡിറ്റർമിൻ ദ അപ്രോപ്രിയേറ്റ് ടൈം ബൈ ഒബ്സർവിംഗ് ദ ഷാഡോ ഓഫ് ഒബ്ജക്ട്സ്. അല്ലെ, നമ്മുടെ പൂർവികരൊക്കെ ഇത് ഷാഡോ നോക്കിയിട്ട് സമയം പറയായിരുന്നു. ദേ യൂസ് ദ സൺഡയൽ ആസ് വെൽ. ദ സൺഡയൽ ഇസ് ആൻ ഇൻസ്ട്രുമെന്റ്. ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഈസ് മെയ്ഡ്. ഒരു കാർഡ്ബോർഡ് എടുക്കുക, എന്നിട്ട് അത് വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് അതിൽ എൽ ഷേപ്പിൽ ഒരു മാർക്കിങ്സ് വെച്ചിട്ട് സണ്ണിന്റെ റൊട്ടേഷൻ അനുസരിച്ചിട്ട് ആ ഷാഡോ നീങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ടൈം മനസ്സിലാക്കിയിരുന്നത്. ഓക്കെ, ഈസ് ദ സൺഡയൽ മെയ്ഡ് സ്യൂട്ടബിൾ അറ്റ് നൈറ്റ്? നൈറ്റിൽ ഇത് യൂസ്ഫുൾ ആണോ? നോ, ബിക്കോസ് സൺ ഇസ് നോട്ട് സീൻ അറ്റ് ദ night. The night we are using the moon. Okay, solar day. A day or the solar day is a time period from 1 noon ഒരു ഉച്ച തൊട്ട് അടുത്ത ഉച്ച വരെയുള്ളത് തന്നെയാണ് എന്ത് പറയാ? സോളാർ ഡേ എന്ന് പറയാം. For measuring the time intervals less than a day is divided into 24 equal parts. ഒരു ദിവസത്തിന് എത്രയായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? 24 ഈക്വൽ ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. Which of this is duration of time is referred as? ഇങ്ങനെയാണ് ഈ ഡ്യൂറേഷൻ, ടൈമിന്റെ ഡ്യൂറേഷനെ നമ്മൾ റെഫർ ചെയ്തിരിക്കുന്നത്. 60 ഈക്വൽ പാർട്ട് അല്ലെ, ഒരു മിനിറ്റ് എന്ന രീതിക്കാണ് ഡിവൈഡ് ചെയ്തിരിക്കുക. ടൈം ഇന്റർവൽ ഒബ്റ്റൈൻഡ് ബൈ ഡിവൈഡിങ് എ മിനിറ്റ്. ഒരു മിനിറ്റിനെ എത്രയാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? 60 ഈക്വൽ പാർട്ട് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഹൗ മെനി സെക്കൻഡ്സ് മേക്ക് എ ഡേ? 1 സോളാർ ഡേ. ദ ബേസിക് യൂണിറ്റ് ഓഫ് ടൈം, ടൈമിന്റെ ബേസിക് യൂണിറ്റ് എന്താണ്? സെക്കൻഡ്. സിമ്പിൾ യെസ്. 1 സെക്കൻഡ് എന്ന് പറയുന്നത് 1/86,400 പാർട്ട് ഓഫ് ദ ആവറേജ് സോളാർ ഡേ. ഫണ്ടമെന്റൽ യൂണിറ്റ് ഏതൊക്കെയാണ്? ഫണ്ടമെന്റൽ യൂണിറ്റുകൾ. യു ആർ നൗ ഫെമിലിയർ വിത്ത് ദ യൂണിറ്റ്സ് ഓഫ് ലെങ്ത്, മാസ് ആൻഡ് ടൈം. There are some quantities which are not related to one another. അല്ലെ, ചില ക്വാണ്ടിറ്റി ഒന്നിനെ ഒന്നോട് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. cannot be expressed using other quantities. Such quantities, ആ ക്വാണ്ടിറ്റീസിനെ നമ്മൾ എന്താ പറയുക? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയും. യൂണിറ്റ് ഓഫ് ദ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ് ഫണ്ടമെന്റൽ യൂണിറ്റ്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റിനെ നമ്മൾ എന്ത് പറയും? ഫണ്ടമെന്റൽ യൂണിറ്റ് എന്ന് പറയും അല്ലെ. The system based on the fundamental unit, ആ സിസ്റ്റത്തിന് എന്താ പറയുക? ഇന്റർനാഷണൽ യൂണിറ്റ്, സിസ്റ്റം ഓഫ് യൂണിറ്റ്. In short form is SI unit. In addition to length, mass and time, what are other fundamental unit? വേറെ ഏതൊക്കെയാണ് ഫണ്ടമെന്റൽ യൂണിറ്റ് ആൻഡ് SI യൂണിറ്റ്? ഫണ്ടമെന്റൽ യൂണിറ്റ് ഏതാ? ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറന്റ്, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലുമിനസ് ഇന്റൻസിറ്റി. ലെങ്ത് എങ്ങനെ മെഷർ ചെയ്യാം? മീറ്റർ, എം. മാസ് കിലോഗ്രാം, kg. ടൈം സെക്കൻഡ്, എസ്. ഇലക്ട്രിക് കറന്റ് ആംപിയർ, എ. ടെമ്പറേച്ചർ കെൽവിൻ, കെ. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഇറ്റ് ഈസ് മോൾ, MOL. ലുമിനൻസ് ഇന്റൻസിറ്റി കാൻഡില, CD. There are other some quantities that can be familiar with that are included among fundamental units. ഏതൊക്കെയാ അത്? Area and volume. The next one is the derived units. Let's try to find the area of the classroom. അല്ലെ, ഒരു ക്ലാസ് റൂമിന്റെ ഏരിയ ലെങ്ത് എത്രയാ? 5 meter, breadth 4 meter. So the area will be the length into breadth. That is the 5 into 4. It is 20 meter into meter, meter square. From the answer obtained, you can find the unit of area. Is the unit of area included in the table of fundamental unit? How did you calculate the unit of area? ഏരിയയുടെ യൂണിറ്റ് എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത്? യൂണിറ്റ് ഓഫ് ലെങ്ത് ഇൻറ്റു യൂണിറ്റ് ഓഫ് ബ്രെഡ്ത്ത് അല്ലെ. മീറ്റർ ഇൻറ്റു മീറ്റർ, മീറ്റർ സ്ക്വയർ. എക്സ്പ്രസ്ഡ് യൂസിങ് ഫണ്ടമെന്റൽ യൂണിറ്റ് ആർ ഡിറൈവ്ഡ് യൂണിറ്റ്. യൂണിറ്റ് വിച്ച് ആർ എക്സ്പ്രസ്ഡ് ഇൻ ടേം ഓഫ് ഫണ്ടമെന്റൽ യൂണിറ്റ് അല്ലെ. ഫണ്ടമെന്റൽ യൂണിറ്റിന്റെ പേരിൽ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നതിനെയാണ് ഡിപെൻഡന്റ് ഓർ ഫണ്ടമെന്റൽ യൂണിറ്റ് ആർ ഡിറൈവ്ഡ് യൂണിറ്റ്. ഡിപെൻഡന്റോ അല്ലെങ്കിൽ ഡിറൈവ്ഡ് യൂണിറ്റ് എന്ന് പറയും.
Let's take a look at the salient features of SI unit. SI unit salient features ഏതൊക്കെയാണ്? Unified units, പിന്നെ internationally accepted. Unified unit, internationally accepted, adequate to express all physical quantities. Area of a leaf. Area of a leaf എങ്ങനെ എടുക്കുക? To find the area of a leaf, to have to place it on the graph paper. ഒരു graph paperൽ അയല നമുക്ക് വെക്കുക. അതിനുശേഷം trace the outer edges അല്ലെ, outer edgeന്റെ ഒരു sketch വരച്ചിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? Using a pencil. Then after removing the leaf, number of complete squares. ഏതൊക്കെ സ്ക്വയറിലാണ് അത് കംപ്ലീറ്റ് ആയിട്ട് ഡ്രോൺ ആയിരിക്കുന്നത്? Taking that complete square, a number of square halfly or more than halfly filled, total number of squares. Total number of square means a plus b. The total number of squares will be the approximate area of the leaf. അപ്പോൾ total ഉള്ളതാണ് എന്താവും? Area of the leaf. Volume and density. Take a rectangular wooden block and a rectangular thermocol block, which are of the same size. അപ്പോൾ നമുക്ക് എന്താ എടുക്കേണ്ടത്? ഒരു wooden blockഉം ഒരു rectangular thermocol blockഉം ആണ് എടുക്കേണ്ടത്, ഒരേ സൈസ് ഉള്ളത്. How much space do they occupy? എത്രമാത്രം സ്ഥലമാണ് അവർ occupy ചെയ്യുക? The space occupied by a body is referred to as volume. അപ്പോൾ എത്ര സ്പേസ് ആണോ അവർ occupy ചെയ്യണത് അതിനെയാണ് നമ്മൾ എന്ത് പറയുക? അതിന്റെ വോളിയം എന്ന് പറയുക. Measure the length, breadth and height of this block. നമുക്ക് എന്തൊക്കെയാണ് മെഷർ ചെയ്യേണ്ടത്? Length, breadth, height. Their product is the volume. അതിന്റെ product ആണ് അതിന്റെ വോളിയം. വോളിയം എന്ന് പറയുന്നത് length into breadth into height. What is the volume of the block of length 0.2 meter, breadth 0.01 meter and height 0.05 meter? We can find out the unit of volume using the equation above. Unit of volume എന്ന് പറയുന്നത് എന്താണ്? Cubic meter. അതിനെ എന്താ പറയുക? Meter cube. Derived unit. Find out the mass of the blocks using a common balance and complete the table. Let's examine how the mass of a thermocol block and a wooden block are different, though they have the same volume. Mass by volume or mass per unit volume of a substance. അതിന് എന്താ നമ്മൾ പറയുക? Mass by volume is the density. So in order to find out the density, we have to first find out the mass and also the volume. Though having the same volume, the density of wood is greater than that of the thermocol. This means that the quantity of matter contained in a wooden block, അല്ലേ, wooden blockൽ എത്രമാത്രം സബ്സ്റ്റൻസ് കണ്ടെയ്ൻ ചെയ്തു എന്നത് കൂടുതലായിരിക്കും. This is the reason behind the difference. ഇതാണ് reason difference in the mass. Density എന്ന് പറയുന്നത് mass by volume. Unit of density or unit of mass by unit of volume. Mass എന്ന് പറയുന്നത് kilogram, volume meter cube. Is the density of all substances the same? Do the experiment given below and note down the inference in the science diary. അപ്പോൾ നമ്മൾ എന്താ എടുത്തിരിക്കുന്നത്? Take equal volume of water, അല്ലേ, ഈക്വൽ വെള്ളം എടുത്തിട്ടുണ്ട്. സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ് ഇൻ 2 jars. വെള്ളം എടുത്തിട്ടുണ്ട്, പിന്നെന്താ എടുത്തിരിക്കണേ? സോഡിയം ക്ലോറൈഡ്, ഉപ്പാണ് എടുത്തിരിക്കുന്നത്, അല്ലേ, ഹാഫ് ഓഫ് വോളിയം. Put an egg first in the water. വെള്ളത്തിലേക്ക് നമ്മൾ ഒരു കോഴിമുട്ട എടുത്തു. അതിനുശേഷം എന്ത് ചെയ്യും? Then in the brine solution, that is the sodium chloride solution, we can see that the egg will be in which jar does the egg float? Egg ഏതിലാ float ചെയ്യുക? Salt solutionലാവും float ചെയ്യുക. കാരണം എന്താണ്? Density has a higher ആയിരിക്കും. Compared to water, the density of the salt solution, it is found to be greater. Add artificial yellow. അതിനുശേഷം നമ്മൾ artificial ആയിട്ടുള്ള yellow red color ആഡ് ചെയ്യും, ആ സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്യും. Stir well, mix well. Then pour red colored water to the brine solution. Water respectively. That is 2 solutionലേക്ക് എടുക്കും. അപ്പോൾ നമുക്ക് എന്താ ഏത് കളറാണ് മുകളിലേക്ക് വരിക? Red color will be seen because red having the density higher compared to that of the yellow. You might have observed that the brine solution has a greater mass. It is due to the difference in the mass of a substance having the same volume or density that water floats above the brine solution. Take kerosene in 1 jar instead of, that is, if we are taking kerosene in 1 jar instead of the salt solution and pour water to it, what do you observe? Based on the above observation, answer the following questions and write. അതായത് നമ്മൾ രണ്ട്, those having the greater density will be seen on the top layer than compared to the other substance. In the figure, what is he doing? He is floating on the Dead Sea, that is situated between Jordan and Palestine. അപ്പോൾ എന്താണ്? The compared to this salt solution, density of the salt solution, it is found to be greater. Here the salt concentration is 340 gram compared to the seawater. In seawater we see only 35 gram per liter. From the above observation, they answer the following questions. The rule to be followed while writing unit. എന്തൊക്കെ rules ആണ് നമുക്ക് follow ചെയ്യേണ്ടത്? Having to understand the fundamental measurements and the unit, അല്ലേ, fundamental ആയിട്ട് യൂസ് ചെയ്യണ length, mass, പിന്നെ second, time, അതൊക്കെ നമ്മൾ നോക്കിയിരുന്നു. International units and their symbols. They are given below. The symbols of units are normally written in small letters, അല്ലേ. സിമ്പിൾസ് ഒക്കെ എങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്? സ്മോൾ ലെറ്റേഴ്സിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എങ്ങനെ? മീറ്ററിന് mm, സെക്കൻഡിന് s, കിലോഗ്രാമിന് kg. Then name of the person who invented this. Alexander Volt ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതായത് വോൾട്ട് കണ്ടുപിടിച്ചത്. And it is represented as V. Blaise Pascal used to measure the pressure
And Sir Isaac Newton force, that is Newton, unit is Newton, and the symbol is represented as N. And here are some values given, you have to write it down. That is Kelvin, it is written in the small letter is Kelvin is correct, Newton is small. Then the plural form of symbol is, it is never used. Like 10 kg, 75 centimeter, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 75 centimeter is the length of the table. അതാണ് കറക്റ്റ്. പിന്നെ യൂണിറ്റ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. ന്യൂട്ടൺ മീറ്റർ ഇങ്ങനെയെല്ലാമാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. That's all we learned about this chapter. If you are interested, please do like, share and subscribe my channel. Okay, thank you.